അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ മലക്കുകൾ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നെ ലാത്ത ഉസ്സ മനാത്ത വദ്ദ് സുവാ യഗൂത്ത് യൗഖ് നസ്ർ തുടങ്ങിയിട്ടുള്ള അവരിൽപ്പെട്ട സാലിഹീങ്ങളായ ആളുകളും അല്ലാത്ത വ്യക്തികളും ഇവരെയൊക്കെ ഈ ആളുകൾ ആരാധിച്ചിട്ടുണ്ട്, ദുആ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഖുർആൻ ശിർക്ക് എന്ന് പറഞ്ഞത് കല്ലുകൊണ്ടോ മരം കൊണ്ടോ നിർമ്മിക്കപ്പെട്ട വിഗ്രഹങ്ങളെയോ പ്രതിഷ്ഠകളെയോ മാത്രം ആരാധിക്കുന്നതിനെയല്ല. ഈസാ നബിയെ ആരാധിച്ച ആളുകൾ ചെയ്ത പണി കുഫ്ര, ശിർക്കാണെന്നും അവർ മുശ്രിക്കുകളാണെന്നും അവരിൽ കുഫ്ർ സംഭവിച്ചിട്ടുണ്ടെന്നും ആ പദം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കഫറു, അവർ അവിശ്വാസികളായിരിക്കുന്നു. അതുപോലെ മലക്കുകളെ ആരാധിച്ചവരെ കുറിച്ചും ഖുർആൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. സാലിഹീങ്ങൾ, നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ ആരാധിക്കപ്പെട്ട ആരാധ്യ വസ്തുക്കൾ അതെന്തായിരുന്നു? അതതിന്റെ മുമ്പ് ജീവിച്ചിരുന്ന സാലിഹീങ്ങളായ മനുഷ്യരായിരുന്നു. ആ നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ കല്ലും മരവും മാത്രമല്ല, ഈ പറഞ്ഞ ഔലിയാക്കളായ സാലിഹീങ്ങളായ ആളുകളെ ആരാധിച്ചവർ ചെയ്ത പണി ശിർക്കാണെന്ന് പഠിപ്പിക്കാനാണ് നൂഹ് നബിയെ അല്ലാഹു തആല നിയോഗിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. കല്ലും മരവും ഒന്നുമല്ലാത്ത, പ്രതിഷ്ഠകളല്ലാത്ത വ്യക്തികളെ, മലക്കുകളെ, പ്രവാചകന്മാരെ ആരാധിച്ചത് കുഫറിൽപ്പെട്ട കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. സാലിഹീങ്ങളിൽപ്പെട്ട ആരെയെങ്കിലും അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ ഇബാദത്താകുന്ന കാര്യത്തിൽ പങ്കുചേർത്താൽ ഫഹുവ ശിർക്കുൽ മദ്കൂറു ഫിൽ ഖുർആൻ, അതാണ് ഖുർആനിൽ പറയപ്പെട്ട ശിർക്ക്.